ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. 2 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിനുശേഷം 2 മുട്ട എടുക്കാം. അര കപ്പ് പാല്, അര കപ്പ് എണ്ണ, റിഫൈൻഡ് ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് കുറച്ചായിട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം ഒരു വലിയ ക്യാരറ്റ് അത് ചീവി വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ മാവിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഒരു കേക്ക് ടിന്നിൽ ബട്ടറോ എണ്ണയോ തേച്ച് മൈദാപ്പൊടി തൂകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മാവിലോട്ട് കുറച്ച് ആൽമണ്ട്സ് അല്ലെങ്കിൽ പിസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കേക്ക് മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതിനുശേഷം കേക്ക് ടിന്ന് വയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിലോട്ട് ഇറക്കി വയ്ക്കാം. അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 1 മണിക്കൂറോളം ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി ഇത് 2 ലെയറാക്കി ക്രീമും ആക്കി കൊടുക്കാം. അപ്പം ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ ഈ കേക്ക് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഈ കേക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. അളവെല്ലാം കറക്റ്റായിട്ടിരിക്കണം എന്നേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.